കാണാൻ പോകുന്നത് ഷെയറിംഗ് വർക്ക് ബുക്ക് ആണ്. അതായത് വർക്ക് ബുക്കിന് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം എന്നാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ രണ്ട് ഓപ്ഷൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓൺലൈൻ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടും മറ്റൊന്ന് നമ്മൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് 2 സബ്ജക്റ്റിൻ്റെ മാത്രമേ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ബാക്കി സബ്ജക്ട്സിൻ്റെ എൻ്റർ ചെയ്യണമെങ്കിൽ ബാക്കി ടീച്ചേഴ്സിന് ഷെയർ ചെയ്ത് ഓൺലൈൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അറ്റ് ദ സെയിം ടൈം എനിക്കിവിടെ എന്താണ് അവർ എൻ്റർ ചെയ്യുന്ന മാർക്സ് വരികയും വേണം, കാണുകയും വേണം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ഓൺലൈനായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിനിവിടെ ഈ ഒരു ഐക്കണാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഷെയർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വരിക. ടു കൊളാബറേറ്റ് വിത്ത് അതേഴ്സ്, അതായത് നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലീസ് സേവ് എ കോപ്പി ഓഫ് യുവർ ഫയൽ ടു ആൻ ഓൺലൈൻ ലൊക്കേഷൻ ആൻഡ് ചേഞ്ച് ദ ഫയൽ ടൈപ്പ് ടു എക്സൽ എസ്. ഓൾറെഡി നമ്മുടെ ഫയൽ എക്സൽ എസ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല അല്ലേ. പിന്നെന്താ ചെയ്യേണ്ടത്, നമുക്കൊരു ഓൺലൈൻ ലൊക്കേഷനിലേക്കാണ് ഇത് സേവ് ചെയ്യേണ്ടത് ഇനി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സേവ് ടു ക്ലൗഡ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലൗഡിൽ സേവ് ചെയ്താൽ മതി. നമുക്ക് ഏത് അക്കൗണ്ട് ആണോ ഇവിടെ ഉള്ളത് അതിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ എനിക്കിവിടെ OneDrive ഉണ്ട്. അപ്പോൾ ഞാൻ ആ OneDrive ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, OneDrive സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ലൊക്കേഷൻ നമുക്കിവിടെ കൊടുക്കാം. എന്നിട്ട് ഞാൻ സേവ് അടിക്കുകയാണ്. XLSX തന്നെയാണുള്ളത്. അപ്പോൾ ഞാനിവിടെ പേരൊന്നും മാറ്റി കൊടുക്കുന്നില്ല, സേവ് അടിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫയൽ OneDriveൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് വരിക, അതായത് ഷെയർ. ഇത് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ഒന്ന് പോയി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഷെയർ എന്നുള്ള ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻവൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാൻ എഡിറ്റ്, അതായത് നിങ്ങൾക്ക് എന്താണോ അവർക്ക് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ല, വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണെങ്കിൽ ഇവിടെ ക്യാൻ വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇൻവൈറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞിടത്തിൽ എന്താണ്, നമ്മൾ ആരെയാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതായത് ആർക്കാണോ നമ്മളിത് ഷെയർ ചെയ്യേണ്ടത്, അടുത്ത ടീച്ചറിൻ്റെ ഇമെയിൽ ID ആണെങ്കിൽ അത് അവരുടെ ഇമെയിൽ ID ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇൻക്ലൂഡ് എ മെസ്സേജ്, നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഒരു ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു ഇമെയിൽ ID ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇത് ആക്റ്റീവ് ആവും. ഷെയർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ആക്റ്റീവ് ആവും. ഇനി ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓണറിൻ്റെ പേരാണ് ഇവിടെ കാണുക. ഓക്കെ, ഇനി ഷെയർ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണേ. ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ അത് ഇമെയിലായിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ അത് സെൻഡ് ചെയ്ത ആൾക്ക്, അതായത് നമ്മളിപ്പോൾ ഈ ഫയൽ ഷെയർ ചെയ്ത ആളുടെ പേര്, ആളുടെ ID ഇവിടെ വന്നിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ നമ്മൾ എത്ര പേർക്ക് ഷെയർ ചെയ്യുന്നോ അവരുടെയൊക്കെ IDs ഇവിടെ വന്ന് ഒരു ലിസ്റ്റായിട്ട് കിടക്കും. മനസ്സിലായോ? അപ്പോൾ കറൻ്റ്ലി ഈ ഫയൽസ് ആരൊക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ വ്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാനുള്ള ഓപ്ഷനാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവർക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി നമ്മൾ അലൗ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫയൽസിനെ ഷെയർ ചെയ്യാം. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. അതല്ല, നിങ്ങൾക്ക് ഇങ്ങനെയല്ല, ഇമെയിലായിട്ടല്ല, വേറൊരു ഷെയറബിൾ ലിങ്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുക, ഗെറ്റ് എ ഷെയറിംഗ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണുക, എഡിറ്റ് ലിങ്ക് എന്നും വ്യൂ ഓൺലി ലിങ്ക് എന്നും. നേരത്തെ നമ്മൾ പറഞ്ഞു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതിലേത് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ സപ്പോസ് ഇത് ക്ലിക്ക് ചെയ്യുകയാണ്, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ലിങ്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഇവിടെ കോപ്പി എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ലിങ്ക് കോപ്പീഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇനി എവിടെയാണോ വേണ്ടത്, വാട്സപ്പിലാണെങ്കിലോ അല്ല വേറെ എവിടെയെങ്കിലും ചാറ്റിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി അവർക്ക്, എന്നിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് ആ ഒരു ലിങ്കിലൂടെ എൻ്റെ ഈ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് ബുക്കിനെ ഓൺലൈനായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അവർ ആ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഇപ്പോൾ വേറൊരു സബ്ജക്റ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം. അതായത് നമ്മൾ ഈ ഫയലിനെ ക്ലൗഡിൽ സേവ് ചെയ്തപ്പോൾ ഒരു ചേഞ്ച് കൂടി നമ്മുടെ ഈ ഒരു ഐക്കണിൽ, സേവ് ഐക്കണിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടോ, 2 ആരോ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഒരു റൗണ്ടഡ് ആരോ, 2 ആരോസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫയലിനെ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഞാൻ വേറൊരു മെത്തേഡ് കൂടി പറയാം. അതായത് അറ്റാച്ച്മെൻ്റ് ആയിട്ട് അയക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്.
ഇവിടെ ഫയലിൽ പോയിട്ട് ഷെയർ എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ സെൻഡ് ആസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവ്രി വൺ ഗെറ്റ്സ് എ കോപ്പി ടു റിവ്യൂ. അതായത് നമ്മൾ ഈ അയക്കുന്നത് അറ്റാച്ച്മെൻ്റ് ആയിട്ടായിരിക്കും. അതായത് ഇത് അറ്റാച്ച്ഡ് ആവുന്നത് എക്സൽ ഫയലായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അയക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, അത് കാണാം, എഡിറ്റ് ചെയ്യാം, എല്ലാ ഓപ്ഷൻസും കിട്ടും. ഓക്കെ, എക്സൽ ഫയലായിട്ട് തന്നെ അയക്കുന്നത് നമ്മൾ സാധാരണ അയക്കുന്ന പോലെ. ഇനി അതല്ല, വേറൊരു ഓപ്ഷൻ ഞാൻ പറയാം, സെൻഡ് ആസ് PDF. സെൻഡ് ആസ് PDF എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം എക്സൽ ആയിട്ടല്ല നമ്മൾ ഇവിടെ അത് PDF ആയിട്ട് അവർ തന്നെ കൺവേർട്ട് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെയായിരിക്കും വരിക. നമ്മുടെ എക്സൽ ഫയൽ എന്ന് പറയുന്ന ഒരു PDF ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആർക്കാണോ അയക്കേണ്ടത് അവരെ മെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കാം, സെൻഡ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വർക്ക് ബുക്കിനെ ഷെയർ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.